ഹായ് ചിൽഡ്രൻ. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. എന്താണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് വാല്യൂ ദാറ്റ് സ്റ്റുഡൻ്റ് ആദ്യം ഹോൾഡ് ചെയ്യേണ്ട വാല്യൂ, ഹ്യൂമൻ വാല്യൂ ഇതാണ്. അത് ഇന്ന് ഞാൻ രണ്ടാമത്തെ വീഡിയോയിലാണ് ദ സെക്കൻഡ് വാല്യൂ ദാറ്റ് എ സ്റ്റുഡൻറ്റ് ഷുഡ് ഹോൾഡ്. രണ്ടാമത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? യു ആർ എ സ്റ്റുഡൻറ്റ്. You have to respect your work. You have to respect your responsibility. You have to respect your learning. You have to learn. You have to, focus on your studies and extracurricular activity, if any. Extracurricular activities ഉണ്ട്, അത് വിടാൻ പാടില്ല. അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓൺ യുവർ സ്റ്റഡീസ്. ദാറ്റ് ഈസ് ദ പ്രൈം സെക്കൻഡ് വാല്യൂ. അവിടെ പിന്നെ എന്താണെന്ന് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ദ ഓതർ ഓഫ് യുവർ ഡെസ്റ്റിനി. ഡെസ്റ്റിനി മീൻസ് യുവർ ഫ്യൂച്ചർ. യു ആർ ദ ഓതർ. യു ആർ ടു ക്രിയേറ്റ് യുവർ ഓൺ ഡെസ്റ്റിനി ആൻഡ് നോബഡി എൽസ്. യു ആർ റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിംഗ് യുവർ. സോ ഫോക്കസ് ഓൺ യുവർ സ്റ്റഡീസ് ബിക്കോസ് യു ആർ എ എന്താ ഒരു സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഒരു വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക്. വിദ്യ മീൻസ് നോളജ്. Arthi means seek, desires. So one who desires knowledge, one who seeks knowledge, അതാണ് വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥിക്ക് ചില ഗുണങ്ങളുണ്ട്. വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് ഒരു 5 ക്വാളിറ്റീസ് ഫോർ എ സ്റ്റുഡൻറ്റ്. ഒരു സ്റ്റുഡൻ്റ് ഒരു 4-5 ക്വാളിറ്റി വേണം. അതിൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ അവൻ കാക്കചേഷ്ട. എന്തോ കാക്ക മീൻസ്, ഒരു വിദ്യാർത്ഥി എന്ന് പറയുന്നത് നോളജ് സീക്ക് ചെയ്യുന്നവനാണ്. കാക്കചേഷ്ട. കാക്ക മീൻസ് ക്രോ. ചേഷ്ട മീൻസ് എഫേർട്സ്. അപ്പോൾ പുട്ട് യുവർ എഫേർട്സ് ലൈക്ക് എ ക്രോ എന്താണ് പറഞ്ഞത്? നമുക്കറിയാം, ഒരു നിങ്ങളൊക്കെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, ഒരു കാക്കിക്ക് വെള്ളം കുടിക്കണം, അതിന് ദാഹം. അപ്പോൾ അത് നോക്കിയപ്പോൾ ഒരു കുപ്പിയുടെ അടിത്തട്ടിൽ എന്തുണ്ട്? വെള്ളമുണ്ട്. അപ്പോൾ നിങ്ങളറിയാം ആ കഥ അല്ലേ? അപ്പോൾ എന്ത് ചെയ്തു? ഇറ്റ് ടോട്ട് ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. എന്നിട്ട് പെബിൾസ് പെറുക്കി അതിട്ടു. വെള്ളം മുകളിൽ വന്നപ്പോൾ ആ വെള്ളം അതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഡോണ്ട് ഗിവ് അപ്പ്. പുട്ട് ഇൻ യുവർ എഫേർട്ട് ലൈക്ക് എ ക്രോ. നിങ്ങൾക്ക് ഇത് പറയാം, നമ്മൾ പുരാണത്തിൽ അല്ലെങ്കിൽ ഗീതയിൽ അർജുനന് ഈ യുദ്ധമുഖത്ത് നിന്നപ്പോൾ എന്താണ് അർജുനനൊരു അങ്കലാപ്പ്. ആരാ അർജുനൻ്റെ തേരാളി? കൃഷ്ണനാണ്. സോ കൃഷ്ണൻ പറഞ്ഞു, അർജുന, നീ എന്ന് പറയുന്നത്, നിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, നീ ഒരു ക്ഷത്രിയനാണ്. വ്യവസായിക ആത്മിക ബുദ്ധിർ ഏകഹ കുരുനന്ദന. വ്യവസായിക, യുവർ റെസ്പോൺസിബിലിറ്റി, യു ആർ എ ക്ഷത്രിയ. നിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. നീ ഇവിടെ അങ്കലാപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആത്മിക എന്ന് പറഞ്ഞാൽ നിന്റെ ശരീരം. ബുദ്ധി, നിന്റെ ബുദ്ധി. ഏകഹ, ഒന്നായിരിക്കണം. ഏകഹ കുരുനന്ദന, ഒന്നായിരിക്കണം. ഇവിടെ നിങ്ങളൊരു സ്റ്റുഡൻ്റാണ്. യു ആർ എ സ്റ്റുഡൻറ്. നിങ്ങളൊരു വിദ്യാർത്ഥിയാണ്. നിങ്ങളുടെ എന്താണ് റെസ്പോൺസിബിലിറ്റിയും ബുദ്ധിയും മനസ്സും എല്ലാം എന്തായിരിക്കണം? ഫോക്കസ് ഓൺ യുവർ സ്റ്റഡീസ്. നിങ്ങൾക്കറിയാം, അമേരിക്കയിലെ പണ്ട് ഏറ്റവും വലിയ പണക്കാരനായിരുന്നു ജോൺ റോക്ക്ഫെല്ലർ. അദ്ദേഹം he was a zero. He became the richest man in America from zero. He became from zero to hero. അദ്ദേഹത്തിനോട് ഒരു മീഡിയ പേഴ്സൺ ചോദിച്ചു, സർ, യു ഇൻ ആൻ ഇൻ്റർവ്യൂ ഇൻ ആൻ എയർപോർട്ട്, അദ്ദേഹത്തിനോട് ചോദിച്ചു, യു ബിക്കെയിം റിച്ച്, യു ആർ ബോൺ ഇൻ എ വെരി പുവർ ഫാമിലി, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ലക്ക്. അദ്ദേഹം മീഡിയ പേഴ്സൺ പറഞ്ഞു, അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം പറഞ്ഞു, സോറി, ദ ഗോഡസ് ഓഫ് ലക്ക് വിൽ ഫ്ലൈ ഓവർ യുവർ ഹെഡ് ആൻഡ് ഓവർ മൈ ഹെഡ് ഓൺലി വൺസ് ഇൻ ലൈഫ്. You did not get it, I got it. അപ്പോൾ ആ മീഡിയ പേഴ്സൺ വീണ്ടും സംശയം. സാർ പറഞ്ഞല്ലോ, the goddess of luck will fly over my head and your head only once in life. You got it. That is because of luck.
അന്നേരം ജോൺ റോക്ക്ഫെല്ലർ പറഞ്ഞൊരു മഹത്തായ വേർഡുണ്ട്, അത് നമുക്കും നിങ്ങൾക്കും എല്ലാം ബാധകമാണ്. മൈ ഡിയർ മീഡിയ പേഴ്സൺ, ഐ ടോൾഡ് യു the goddess of luck will fly over your head and my head only once in life, and you did not get it because you tried only once, but I was trying, putting in my effort until I get it. My dear children, put in your effort until to achieve what you want to achieve in your life. Effort is very important. Abo kakachishta. And the second quality എന്ന് പറയുന്നത് എന്താണ്? ഭഗോധ്യാനം. ധ്യാനം മീൻസ് ക്ഷമ. യു ഹാവ് ടു ഫോക്കസ് ലൈക്ക് എ ക്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കൊക്ക്. നിങ്ങൾക്കറിയാം, ഒരു കുളത്തിൻ്റെ കരയിൽ ഒരു കൊക്ക് വന്നു, അതിന് മീൻ വേണം, വലിയ മീൻ വേണം. പക്ഷേ അവിടെ ചെറിയ മീനുകൾ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ അതെന്ത് ചെയ്തു? ഇറ്റ് വെയിറ്റഡ് ടിൽ എന്താണ്, ചെറിയ മീനെല്ലാം അകന്നു പോയി, വലിയ മീൻ വരെ വെയിറ്റ് ചെയ്തു. ഭഗോധ്യാനം. ഫോക്കസ് ഓൺ യുവർ ഗോൾ. യു മസ്റ്റ് ഹാവ് എ ഗോൾ. A man without a goal will not achieve anything in his life. Meaningless. So you must have a goal. To achieve it, focus on the goal. This is very important. Wait with patience. അപ്പം വലിയ മീൻ വന്നു, അത് എന്ത് ചെയ്തു? പിടിച്ചു. അതിന് വലിയ മീനാണ് വേണ്ടത്. ഫോക്കസ് ഓൺ. നിങ്ങൾക്കറിയാം, നമ്മൾ മഹാഭാരതത്തിൽ ഒരു ദ്രോണാചാര്യര് കൗരവരെയും പാണ്ഡവരെയും കൂടെ വനത്തിൽ കൊണ്ടുപോയി ഒരു തടി കൊണ്ടുള്ള ഒരു കിളിയെ പണിഞ്ഞിട്ട് മരത്തിൽ വെച്ചു. എന്നിട്ട് ദുര്യോധനെ വിളിച്ചു. ദുര്യോധന, എന്നിട്ട് ചോദിച്ചു, വാട്ട് യു സീ? നീ എന്തു കാണുന്നു? അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, ഞാൻ ആ കിളിയെ കാണുന്നു, മരം കാണുന്നു, മരച്ചില്ലകൾ കാണുന്നു, നീ അങ്ങോട്ട് മാറിയിക്കാൻ പറഞ്ഞു. പിന്നെ യുധിഷ്ഠിരനെ വിളിച്ചു, പാണ്ഡവരുടെ ഏറ്റവും മൂത്തവൻ. അദ്ദേഹത്തിനോട് ചോദിച്ചു, നീ എന്ത് കാണുന്നു? അപ്പോൾ ഞാനും അതൊക്കെ കാണുന്നുള്ളൂ. പിന്നെ ആരെയാ വിളിക്കേണ്ടത്? നിങ്ങൾ പറയാം അർജുന അല്ല, ഭീമനെ വിളിച്ചു. ഭീമനോട് ചോദിച്ചു, വാട്ട് യു സീ? ഭീമൻ പറഞ്ഞു, മാങ്ങ കാണുന്നു. പിന്നെ അർജുനെ വിളിച്ചു, അർജുന വാട്ട് യു സീ? അർജുനൻ പറഞ്ഞു, ഐ സീ ഓൺലി ദ ഐ ഓഫ് ദ ബേർഡ്. വീണ്ടും ചോദിച്ചു, വാട്ട് യു സീ? ഐ സീ ഓൺലി ദ ഐ ഓഫ് ദ ബേർഡ്. അപ്പോൾ ദ്രോണാചാര്യ ചോദിച്ചു, യു കനോട്ട് സീ മീ, ഐ ആം യുവർ ഗുരു, ഐ ആം സ്റ്റാൻഡിങ് ബൈ യു, യു കനോട്ട് സീ മീ? ആൻഡ് അർജുന റിപ്ലൈ, നോ, ഐ സീ ഓൺലി ദ ഐ ഓഫ് ദ ബേർഡ്. അപ്പം ദ്രോണാചാര്യ, ഫയർ, ദാറ്റ് ഈസ് എ ഫോക്കസ്. നിങ്ങൾ ഫുൾ A+ വേണമെങ്കിൽ ഫോക്കസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫോക്കസ് യുവർ ഫോക്കസ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്കറിയാം, ഈ ചൂട് സമയത്ത് പോലും എന്താണ്, ഒരു പേപ്പർ തീ പിടിക്കില്ല 12 മണിക്ക്. പേപ്പർ റോഡിലിട്ടാൽ തീ പിടിക്കുമോ? ഇല്ല. ബട്ട് ഇഫ് യു എന്താണ്, സൺ റേസ് ഒരു മാഗ്നിഫൈങ് ഗ്ലാസ്സിലൂടെ കടത്തിവിട്ടാൽ എന്ത് ചെയ്യും? തീ പിടിക്കും. കാര്യം ഫോക്കസ്. സോ മൈ ഡിയർ ചിൽഡ്രൻ, the second value എന്ന് പറയുന്നത് focus on your goal. You are a student, you can create anything what you wish. Focus is very important. Goal is important and also focus on that. And the third quality a student should have is, third quality എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വാന നിദ്ര. ശ്വാനൻ എന്ന് പറഞ്ഞാൽ ഡോഗാണ്. നിദ്ര എന്ന് പറഞ്ഞാൽ ഉറക്കം. എന്താണ്? ഡോഗിനെ പോലെ ഉറങ്ങണമെന്നല്ല അതിൻ്റെ അർത്ഥം. ശ്വാനനിദ്ര എന്ന് പറഞ്ഞാൽ ബി അലേർട്ട്. ഈ ലോകം മോശമാണ്, മനസ്സിലായി? നിങ്ങൾക്കറിയാം, 12 മണിക്ക് അല്ലെ രാത്രി 2 മണിക്കും ആ പട്ടി ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ നമ്മൾ പതുക്കെ ചെന്ന് ആ പട്ടി എന്ത് ചെയ്യും? അതിന് മുൻപേ എഴുന്നേക്കും. അതുപോലെ അലേർട്ടായിരിക്കണം. കാര്യം ഈ ലോകം മോശമാണ്. നമുക്ക് നമ്മുടെ ലക്ഷ്യമാണ് നേടേണ്ടത്. നമുക്ക് നമ്മുടെ പേരൻസിനെയാണ് ഹാപ്പി ആക്കേണ്ടത്. അവരെ വി ഹാവ് ടു ലുക്ക് ആഫ്റ്റർ ദം ആൻഡ് വി ഹാവ്, ഇല്ലേ? നമ്മളാണ് നമ്മുടെ ജീവിതം എന്ത് ചെയ്യുന്നത്? ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ബി അലേർട്ട്. ദ തേർഡ് ക്വാളിറ്റി. ആൻഡ് ദ ഫോർത്ത് വൺ എന്ന് പറയുന്നത് അല്പഹാരി. എന്ന് പറഞ്ഞാൽ അല്പ മീൻസ് ലെസ്, ആഹാരി മീൻസ് ഫുഡ്. ചെറിയ ഭക്ഷണം കുറച്ച് കഴിക്കണം എന്നല്ല, അല്ലേ?
Give the right input to your senses, to your brain. നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് ഒരുപാട് കാര്യം അൺവാണ്ടഡ് നമ്മളെ നശിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗീവ് ദ റൈറ്റ് ഇൻപുട്ട് ടു യുവർ, കാരണം നല്ലത് വായിക്കുക, നല്ലത് കേൾക്കുക, നല്ലത് കാണുക. സോ ദാറ്റ് good thought will be created and your thought will determine your destiny. It is nobody else. Nobody else outside will create your destiny, your future. It is your thought. അപ്പോൾ നല്ല ചിന്തയുണ്ടാകണമെങ്കിൽ നല്ലത് കാണണം, നല്ലത് കേൾക്കണം, നല്ലത് വായിക്കണം. So give the right input to your senses or brain. And the last one എന്താണ്? ലാസ്റ്റ് എന്ന് പറയുന്നത് ഗ്രഹത്യാഗി. ഗ്രഹം മീൻസ് വീട്. ഉപയോഗിച്ച് പോകണമെന്നല്ല ത്യാഗം. നോ കം ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. Come out of your comfort zone. Expand your limit so that you can become limitless. Comfort zone, your self-limiting belief, kill it. I always tell yourself, I can. If ever life puts you down 8 times, get up one more time. Yes, I am 9 times. If life puts me down 8 times, I will get up now one more time, 9 times. If troubles trouble you, tell it or tell yourself, I am more stronger than you. So come out of your comfort zone, and the world is open for you. The world is full of opportunity, and convert your challenges. I don't say that there is no challenge, there is no problem. See the problem as a challenge and convert the challenge into opportunities and create your world. Always the second important quality you have to hold or you have to keep as a student in your life or learning life is respect your work, respect your responsibility as a student. And I'm sure you not only can you will get not only full A+ in your studies, but also full A+ in your personal and professional life. Thank you.